ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 2 ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണാം. ഗംഗാനദിയിൽ നങ്കൂരമിട്ടൊരു ബോട്ടിൽ ചിക്കൻ പാചകം ചെയ്യുകയും ബിയർ കുടിക്കുകയും ചെയ്തു എന്നാരോപിച്ച് 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ കേസിൽ പുറത്തുവരുന്ന രേഖകളും പോലീസിൻ്റെ വ്യത്യസ്ത വിശദീകരണവും തമ്മിൽ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കേസ് വിവാദമായത്? അതിലും പ്രധാനമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ വാരണാസിയിൽ ഇഫ്താർ സംഘടിപ്പിച്ച മുസ്ലിം യുവാക്കൾക്കെതിരെ എടുത്ത നടപടിയുമായി ഇതിനെ പലരും താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജൂൺ 23-ന് 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വൈറൽ വീഡിയോയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ആ വീഡിയോയിൽ ഒരു ബോട്ടിൽ നിന്ന് ചിലർ ചിക്കൻ പാചകം ചെയ്യുന്നതും ബിയർ കുടിച്ച് വിശ്രമിക്കുന്നതും കാണാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. FIR-ൽ പറയുന്നത് ഗംഗാനദിയിൽ മാംസവും മദ്യവും ഉപയോഗിക്കുകയും അതിൻ്റെ വീഡിയോ പ്രചരിക്കുകയും ചെയ്തത് ഹിന്ദു മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമായിരുന്നു. അറസ്റ്റിന് ആധാരമായ വീഡിയോ പുതിയതല്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് സൂചിപ്പിച്ചത്. വീഡിയോ കുറഞ്ഞത് 5 മാസം പഴക്കമുള്ളതാകാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതായത് പഴയ വീഡിയോ പെട്ടെന്ന് ഇപ്പോൾ കേസായി മാറി എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഇവിടെയാണ് കൂടുതൽ സംശയങ്ങൾ ഉയരുന്നത്. കാരണം കോടതിയിൽ പോലീസ് സമർപ്പിച്ച ചലാനിൽ ചിക്കനെക്കുറിച്ചോ ബിയറിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ചിലരുമായി യുവാക്കൾ വാക്കുതർക്കത്തിലേർപ്പെട്ടു. സമാധാന ലംഘന സാധ്യത ഉണ്ടായതിനാലാണ് അവരെ തടഞ്ഞതെന്നാണ് ചലാനിലുള്ള വിശദീകരണം. അപ്പോൾ ഒരു വശത്ത് FIR പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തി എന്നാണ്. മറ്റൊരു വശത്ത് കോടതിയിൽ നൽകിയ രേഖ പറയുന്നത് ടൂറിസ്റ്റുകളുമായുള്ള തർക്കത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ 2 കഥകളും എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അറസ്റ്റിലായ യുവാക്കൾ പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഓരോരുത്തരും 20,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടും ജാമ്യക്കാരെയും ഹാജരാക്കിയാണ് പുറത്തിറങ്ങിയത്. എന്നാലും അന്വേഷണം തുടരുകയാണ്. ആലോചിക്കുക, അറസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവർക്ക് ജാമ്യം ലഭിച്ചു. ഇതേ സംഭവം മറ്റൊരിടത്ത് നടന്നപ്പോൾ മാസങ്ങളോളമാണ് ആ മനുഷ്യർ ജയിലിൽ കിടന്നത്. ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർച്ച് മാസത്തിൽ വാരണാസിയിൽ 14 മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരും ഒരു ബോട്ടിൽ ഇഫ്താർ സംഘടിപ്പിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ചിക്കൻ ബിരിയാണി കഴിച്ചുവെന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ ഗംഗയിലേക്ക് എറിഞ്ഞുവെന്നുമായിരുന്നു ആരോപണം. എന്നാൽ വീഡിയോയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നദിയിലേക്ക് എറിയുന്നതിൻ്റെ തെളിവുകൾ വ്യക്തമാണെന്ന് പിന്നെ ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചു. ആ കേസിൽ 14 യുവാക്കളും ദീർഘകാലം ജയിലിൽ തുടരേണ്ടി വന്നു. പ്രാദേശിക കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കാതെ അവർക്ക് പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്. ഒരേ കേസിൽ 5 ഹിന്ദു യുവാക്കൾക്ക് വേഗത്തിൽ ജാമ്യം ലഭിക്കുന്നു. അതേപോലത്തെ മറ്റൊരു കേസിൽ 14 മുസ്ലിം യുവാക്കൾക്ക് മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇത് എന്ത് തരം നീതിയാണ്? 2 കേസുകളിലെയും അഭിഭാഷകനായ വികാസ് സിംഗ് പറയുന്നത് അതിന് കാരണം മതമല്ല, ചുമത്തിയ നിയമവകുപ്പുകളാണെന്നാണ്. മുസ്ലിം യുവാക്കൾക്കെതിരെ കേസിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതിനാൽ താഴ്ന്ന കോടതികൾക്ക് ജാമ്യം നൽകാനായില്ല. ഇപ്പോഴത്തെ കേസിൽ 7 വർഷത്തിൽ താഴെ ലഭിക്കാവുന്ന വകുപ്പുകളായതിനാൽ പ്രാദേശിക കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. പക്ഷേ ഇവിടെ മതമല്ല കാരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം മനസ്സിലാകുന്നില്ല. ഹിന്ദു യുവാക്കളായതുകൊണ്ട് FIR എഴുതിയപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും വകുപ്പുകൾ കുറച്ചു ചേർക്കുകയും ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് മുസ്ലിം യുവാക്കളായതുകൊണ്ട് അവർ കൂടുതൽ ദിവസം ജയിലിൽ കിടക്കണമെന്നൊരു വാശി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയല്ലേ വകുപ്പുകൾ കൂടുതൽ ചുമത്തി എഴുതിയത്? ആ ചോദ്യവും പ്രസക്തമാണ്. സമാന സാഹചര്യങ്ങളിലുള്ള കേസുകൾ നിയമം ഒരേ രീതിയിലാണോ പ്രയോഗിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള അന്തിമ ഉത്തരം അന്വേഷണവും കോടതി വിധികളും കഴിഞ്ഞ ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ.